ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബീട്രൂട്ട് തോരനാണ്. നമുക്ക് ബീട്രൂട്ട് കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു സാധനത്തിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ സാധാരണ ബാക്കി സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടാണ് ചീകി എടുക്കാറ്. പക്ഷേ നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് തോരന് നമ്മളത് ചെയ്യാൻ പാടില്ല. നമുക്ക് കട്ട് ചെയ്ത് തന്നെ എടുക്കണം. അതുകൊണ്ടാണ് ഇതെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നമ്മൾ ചീകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞിടണം. ഞാൻ 2 എടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടണം. നമ്മുടെ പാൻ ചൂടായി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാമേ. ഇനി അത് ചെറുതായിട്ട് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സവാള എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് വരട്ടിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടി സവാളയൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ബീട്രൂട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ശകലം ജീരകവും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് കരിഞ്ഞു പോകാൻ നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം. ഇനി ചെറിയൊരു വേവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുത്ത് ഇളക്കുക. നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക.